വെൽക്കം ടു ഡോൾബി ഡി എക്സ്. ഡോൾബി ഡി എക്സ് ഇൻട്രാഡേ തുടക്കക്കാർക്കുള്ള ചില ടിപ്സുകൾ പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിൽ ഇൻട്രാഡേ ചെയ്യുന്ന തുടക്കക്കാർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് അന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പറയുന്നത്. നമ്മൾ എടുത്ത എൻട്രികൾ കൂടിയാണ്. അപ്പോൾ ടിപ്സ് ഷെയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ ഷെയർ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഈ വീഡിയോ തീർത്തും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഈ ടിപ്സിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇൻട്രാഡേയിൽ നമ്മൾ എൻട്രി എടുത്തിരിക്കുന്ന പൊസിഷനും എങ്ങനെയാണ് എൻട്രി എടുത്തത് എന്നുള്ള കാര്യങ്ങളും അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ടിപ്സുമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് കോൾഗേറ്റ് ആൻഡ് പാമോലീവ് എന്ന കമ്പനിയിലാണ് നമ്മൾ ഇനി ഇൻട്രാഡേ ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ ചെയ്യാനുള്ള കാരണം, നമ്മൾ ഈ എ ഡി ആർ ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തിയ ശേഷമാണ് നമ്മളൊരു എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ എ ഡി ആർ ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തിയ ശേഷം എൻട്രി ഇന്ന് ഇതിൽ എടുക്കാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒത്തു വന്ന സമയത്താണ് ഇവിടെ ഒരു എൻട്രി എടുത്തത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തിയതായി നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ബ്രേക്ക്ഔട്ട് നടത്തി എ ഡി ആർ ലെവലിൽ പോയി തിരിച്ച് താഴെ വന്നു, തിരിച്ച് വീണ്ടും എ ഡി ആർ ലെവലിലേക്ക് തിരിച്ച് പോയി ഇവിടെ എത്തി. ഈ ഒരു പൊസിഷനിൽ എത്തിയ സമയത്ത് നമ്മൾ എൻട്രി ഒരിക്കലും എടുക്കില്ല. അപ്പോൾ എടുക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ടിപ്സ്. അപ്പോൾ ഈ ടിപ്പിന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം, നമ്മൾ ഇൻട്രാഡേ ലൈവ് മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തിയ സമയത്ത് നിങ്ങൾക്ക് വോളിയം ക്യാൻഡിൽ നല്ല രീതിയിൽ വലിയൊരു വോളിയം ക്യാൻഡിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് നടത്തുന്ന സമയത്ത് ഇവിടെ വോളിയം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് കെയർ ചെയ്യുന്നില്ല. വീണ്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഒരു റെഡ് വോളിയം ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. റെഡ് വോളിയം ഇൻഡിക്കേറ്റർ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ആലോചിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും, ഇവിടെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. FIAs DIAs അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇവിടെ വന്നിട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തിയ ശേഷം തിരിച്ച് ഈ സപ്പോർട്ട് ലെവൽ വന്ന സമയത്താണ് ഇവിടെ വലിയ രീതിയിൽ ഒരു വോളിയം ക്യാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം വോളിയം ക്യാൻഡിൽ കണ്ടതോടുകൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് അവരുടെ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി. വീണ്ടും നമുക്ക് കാണാം, ഈ ഒരു ഏരിയ വന്ന സമയത്ത് വീണ്ടും അവിടെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഇവിടെ സെൽ ഓഫ് അല്ല നടന്നിരിക്കുന്നത്, അവിടെ ആക്ടിവിറ്റി തന്നെയാണ്, ബൈയിങ് ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ശേഷം ഞാൻ എൻട്രി എടുത്ത പൊസിഷൻ ഈ ഒരു ക്യാൻഡിലാണ്, ഈ വലിയ ക്യാൻഡിലാണ് ഞാനൊരു എൻട്രി എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നല്ല രീതിയിൽ എ ഡി ആർ ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തി നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഇവിടെ വീണ്ടും നല്ല രീതിയിൽ ഒരു വോളിയം വന്നു. അപ്പോൾ ഇവിടെ സെൽ ഓഫ് അല്ല, ഇവിടെ ബൈ ആണ് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കാരണം, ഇവിടെ നിന്നാണ് മുമ്പേ നമ്മൾ DIAs അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ ആക്ടിവിറ്റി നടന്നിട്ടുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങളിൽ അവരൊരിക്കലും ഈ ഒരു ഏരിയയിൽ എത്തിയിട്ട് ഇവിടുന്ന് സെൽ ഓഫ് നടത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവർ ചെറിയൊരു മൂവ്മെൻറ്റ് അവർ പ്രതീക്ഷിക്കുന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ വന്ന സമയത്ത്, താഴേക്കുള്ള റെഡ് ക്യാൻഡിൽ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് കാണാൻ വേണ്ടി റെഡ് ക്യാൻഡിലിന് എന്താ പറയുക, കണ്ണിന് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് ക്യാൻഡിൽ വൈറ്റ് ആക്കി വെച്ചിരിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഡാർക്കിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് എൻട്രി എടുത്ത ശേഷം എൻ്റെ ടാർഗറ്റ് നെക്സ്റ്റ് R3 ലെവലായിരുന്നു. പക്ഷേ R3 ലെവൽ വരെ ഇത് പോയിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം, നെക്സ്റ്റ് അടുത്തതൊരു ക്യാൻഡിലും കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഹ്യൂജ് വോളിയം ക്യാൻഡിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ വോളിയം ക്യാൻഡിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സെൽ ഓഫ് നടന്നിട്ടുണ്ട്. കാരണം ഇവിടുന്ന് എൻട്രി എടുത്തുള്ള ആളുകൾ ഇവിടെ സെല്ല് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല ടൈം 2:30 സമയമായിട്ടുണ്ട്. അപ്പോൾ സെൽ ഓഫിനുള്ള സമയമായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ ലോജിക്കലി മനസ്സിലാക്കി ഇവിടുന്ന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു, നമ്മൾ ഒഴിവായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ളൊരു ഏകദേശം 53 മുതൽ 61 വരെയുള്ള ഒരു പോയിന്റ് നമുക്കിന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇന്നത്തെ ടിപ്പ് വോളിയം ഇൻഡിക്കേറ്ററാണ്. വോളിയം ഇൻഡിക്കേറ്റർ നമ്മൾ നല്ല പൊസിഷനിൽ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ നല്ല രീതിയിൽ നമുക്ക് എൻട്രിയും എക്സിറ്റും നമുക്ക് കാണിച്ചു തരും. FIAസിൻ്റെ DIAസിൻ്റെ എൻട്രിയും എക്സിറ്റും കാണിച്ചു തരും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് നമുക്ക് ഉണ്ടാവണം. ആ രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോസ് ഇല്ലാതെ
ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് ഈ R2 ലെവൽ മുതൽ R3 ലെവൽ വരെ ഹോൾഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും തന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിൽസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്നൊക്കെ ഇങ്ങനെ വന്ന സമയത്തൊന്നും ഇവിടുന്ന് ബുക്ക് ചെയ്യാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ടിപ്പ് മനസ്സിലാക്കുക, നിങ്ങൾ ഇൻട്രാഡേയിൽ ഇത് പറ്റുമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.